പുതിയ ജില്ലകൾ രൂപീകരിക്കുക എന്നത് നമ്മുടെ രാജ്യത്ത് നാം അടിക്കടി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. 2023 രാജസ്ഥാനിലെ ജില്ലകളുടെ എണ്ണം 31 നിന്ന് ഉയർത്തുന്നത്. 4 വർഷം മുമ്പ് ആന്ധ്രാപ്രദേശും തങ്ങളുടെ ജില്ലകളുടെ എണ്ണം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ എറണാകുളം, മലപ്പുറം ജില്ലകൾ വിഭജിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു വരുന്നുണ്ട്. ഒരു പുതിയ ജില്ല രൂപീകരിക്കുക എന്നത് വെറും ഒരു ഭൂപടത്തിൽ വരകൾ വരക്കുന്നത്ര ലളിതമായ കാര്യമാണോ? ഇന്ത്യയുടെ ഭരണഘടനയും നിയമവ്യവസ്ഥയും ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 1772 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്താണ് ഇന്ത്യയിൽ ജില്ലാ ഭരണകൂടം എന്ന ആശയം ഉടലെടുക്കുന്നത്. അന്ന് പ്രധാനമായും നികുതി പിരിക്കാനും ക്രമസമാധാനം നിലനിർത്താനുമുള്ള ഓരോ സംവിധാനങ്ങളായിരുന്നു ഓരോ ജില്ലകളും. അങ്ങനെ നികുതി പിരിക്കാനാണ് ജില്ലാ കളക്ടർമാരെ നിയമിക്കുന്നതും. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ജില്ലകൾ വികസനത്തിൻ്റെയും അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും അടിസ്ഥാന യൂണിറ്റുകളായി മാറുകയാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയിൽ തന്നെ ജില്ലാ വികസന കൗൺസിലുകൾ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഭരണഘടനയുടെ 73-74 ഭേദഗതികൾ വഴി ത്രിതല പഞ്ചായത്തി രാജ് സജ്ജീകരണം വന്നതോടെ ജില്ലാ ആസൂത്രണങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണവും നടന്നു. ജില്ലാ അതിർത്തികൾ തുടർച്ചയായി പുനഃസംഘടിപ്പിക്കുക എന്നത് ഒരു ഭരണപരമായ അനിവാര്യത കൂടിയാണ്. പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കും, അധികാര വികേന്ദ്രീകരണത്തിന് കാരണമാകും, ജനസംഖ്യാ വികാസത്തെ കൈകാര്യം ചെയ്യാൻ ഭരണകൂടത്തെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഭരണപരമായ പല തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ലഘൂകരിക്കപ്പെടാനും ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാരണമാകും. നമ്മുടെ ഭരണഘടനയിലേക്ക് വരാം. ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ പാർലമെൻറ്റിൻ്റെ അധികാരം ആവശ്യമുണ്ട്. പക്ഷേ ഒരു പുതിയ ജില്ല രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചാൽ മതി. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് തദ്ദേശ ഭരണവും ഭൂനികുതിയും എല്ലാം ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 162, 166 പ്രകാരം ഒരു സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ രൂപീകരിക്കാൻ അല്ലെങ്കിൽ അതിർത്തികൾ മാറ്റിവരയ്ക്കാനൊക്കെയുള്ള പൂർണ്ണമായ എക്സിക്യൂട്ടീവ് അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട്. ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയുടെ ആവശ്യമില്ല. സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെങ്കിലും തോന്നുന്നത് പോലെ ജില്ലകളെ അങ്ങ് രൂപീകരിക്കാൻ കഴിയില്ല. അതിന് കൃത്യമായ നിയമപരമായ നടപടിക്രമങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും. പുതിയ ജില്ല രൂപീകരിക്കുമ്പോൾ ഗസറ്റിൽ വിജ്ഞാപനം ഇറക്കും. ജനങ്ങളുടെ അഭിപ്രായങ്ങളും പരാതികളും അറിയിക്കാൻ സമയം നൽകുകയും ചെയ്യാറുണ്ട് സാധാരണ. കൂടാതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സംസ്ഥാന സർക്കാരുകൾ അതത് ഹൈക്കോടതികളുമായി കൂടിയാലോചിച്ച് പുതിയ ജില്ലകൾക്കനുസൃതമായി ജുഡീഷ്യൽ സെഷൻസ് അതിർത്തികൾ പുതുക്കി നിശ്ചയിക്കേണ്ടതുണ്ട്. പുതിയ ജില്ലകളുടെ അതിർത്തി നിശ്ചയിക്കുമ്പോൾ പ്രധാനമായും പരിഗണിക്കുന്നത് അവിടുത്തെ ഭരണ സൗകര്യം, ജനസാന്ദ്രത, ഭൂമിശാസ്ത്രപരമായ തുടർച്ച, സാംസ്കാരിക സവിശേഷതകൾ, സാമ്പത്തിക സാധ്യതകൾ എന്നിവയൊക്കെയാണ്. സർക്കാരിൻ്റെ സേവനങ്ങൾ ജനങ്ങൾക്ക് വേഗത്തിൽ ലഭ്യമാക്കുക എന്നതാണ് അടിസ്ഥാന ലക്ഷ്യം. അതിനായി പലപ്പോഴും പ്രത്യേക കമ്മീഷനുകളെ നിയോഗിക്കാറുണ്ട്. രാജസ്ഥാനിൽ പുതിയ ജില്ലകൾ രൂപീകരിച്ചത് രാം ലുഭായ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. പക്ഷേ ഈ ജില്ലാ രൂപീകരണം പലപ്പോഴും രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണങ്ങൾ പലപ്പോഴും ഉയരാറുണ്ട്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് അതിർത്തികൾ തിരിക്കുന്നത് എന്നാരോപിച്ച് പല കേസുകളും കോടതികളിൽ എത്തിയിട്ടുമുണ്ട്. ഇവിടെയാണ് കോടതികളുടെ പങ്ക് നാം മനസ്സിലാക്കേണ്ടത്. സുപ്രീം കോടതിയിലെ ഒരു ചരിത്രപ്രധാനമായ JR രഘുപതി vs സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് കേസ്, ആ കേസിലെ വിധി പ്രകാരം ജില്ലാ രൂപീകരണവും ആസ്ഥാനം നിശ്ചയിക്കുന്നതും പൂർണ്ണമായും സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. ഇറ്റ്സ് എ പോളിസി ഡിസിഷൻ. സർക്കാരിൻ്റെ ആഭ്യന്തര മാർഗനിർദ്ദേശങ്ങൾക്ക് അങ്ങനെ നിയമപരമായ പിൻബലങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അത്തരം തീരുമാനങ്ങളിൽ ഇടപെടാൻ ഹൈക്കോടതികൾക്ക് പരിമിതികളുണ്ടെന്നും ഈ കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഉത്തർപ്രദേശിലാവട്ടെ അടിസ്ഥാന സൗകര്യങ്ങളോ സാമ്പത്തിക ഭദ്രതയോ ഉറപ്പാക്കാതെ ധൃതി പിടിച്ച് നിരവധി ജില്ലകൾ രൂപീകരിച്ചത് വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെച്ചിരുന്നു. രാംവിലാൻ ശുക്ല vs സ്റ്റേറ്റ് ഓഫ് UP കേസിൽ കെട്ടിടങ്ങളോ ബജറ്റോ ഇല്ലാതെ ജില്ലകൾ രൂപീകരിക്കരുത് എന്ന് അലഹബാദ് ഹൈക്കോടതി അന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ പിന്നീട് ചൗധരി രൺബീർ സിംഗ് vs സ്റ്റേറ്റ് ഓഫ് UP കേസിൽ സുപ്രീം കോടതി ഈ നിലപാട് തിരുത്തുക തന്നെ ചെയ്തു. ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളുടെ ലംഘനം നടക്കാത്തിടത്തോളം കാലം സാമ്പത്തികമോ ഭരണപരമായോ ആയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നിയമപരമായ തീരുമാനങ്ങളിൽ ഇടപെടാൻ കോടതികൾക്ക് അധികാരമില്ല എന്ന് സുപ്രീം കോടതി ആ കേസിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. രാജ്യത്ത് ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്രമേഖലകളിലേക്ക് വരുമ്പോൾ ഈ നിയമങ്ങളൊക്കെ ഒന്ന് മാറും. ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ പ്രകാരം അസം, മേഘാലയ, ത്രിപുര, മിസോറം ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെ ഗോത്രമേഖലകൾക്ക് പ്രത്യേക സ്വയം ഭരണാധികാരമുണ്ട്. ഗോത്രവർഗ്ഗക്കാരുടെ സാംസ്കാരിക തനിമയും ഭൂമിയുമൊക്കെ സംരക്ഷിക്കാനാണ് ഈ പ്രത്യേക പദവി. ഇവിടെ പുതിയ ജില്ലകൾ രൂപീകരിക്കാൻ, അതിർത്തികൾ മാറ്റാനൊക്കെയുള്ള അധികാരം സർക്കാരിനോ നിയമസഭക്കോ അല്ല, മറിച്ച് ഗവർണർക്കാണ്. എഡിങ്സൺ പറയ vs സ്റ്റേറ്റ് ഓഫ് ആസാം കേസിൽ പാർലമെന്റിന്റെ ഭരണഘടനാ ഭേദഗതിയോ
പ്രത്യേക നിയമനിർമ്മാണമോ ഇല്ലാതെ തന്നെ പുതിയ ഓട്ടോണമസ് ജില്ല രൂപീകരിക്കാൻ 6ാം ഷെഡ്യൂളിലെ 1ാം ഖണ്ഡിക പ്രകാരം ഗവർണർക്ക് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മിസോറാമിലെ ചെക്മ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ പോലുള്ള ഇത്തരം അധികാരം ഉപയോഗിച്ച് നിർമ്മിച്ച ഗോത്രവിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ രൂപീകരിച്ച ജില്ലകൾ നമ്മുടെ രാജ്യത്തുണ്ട്. കേരളത്തിലെ പുതിയ ജില്ലാ രൂപീകരണ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ നമുക്കിത് ചർച്ച ചെയ്യാം. നിലവിൽ നമുക്കുള്ളത് 14 ജില്ലകൾ. 1984 കാസർഗോഡ് ജില്ല രൂപീകരിച്ചത്. അതിനുശേഷം കഴിഞ്ഞ 42 വർഷമായി കേരളത്തിൽ പുതിയ ജില്ലകളൊന്നും ഉണ്ടായിട്ടില്ല. 12 വർഷം മുമ്പാണ് അവസാനമായി പുതിയ താലൂക്കുകൾ രൂപീകരിച്ചത്. പ്രധാനമായും 2 ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മൂവാറ്റുപുഴ ജില്ലയാണ്. 40 വർഷം മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ പ്രഖ്യാപിച്ചതായിരുന്നു മൂവാറ്റുപുഴ ജില്ല. എറണാകുളം, ഇടുക്കി ജില്ലകളുടെ മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം, പെരുമ്പാവൂർ, തൊടുപുഴ, ദേവികുളം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ കേന്ദ്രമാക്കി പുതിയ ജില്ല രൂപീകരിക്കണം. ഇത് നൂറ്റാണ്ടിലേറെയായുള്ള ആവശ്യമാണ്. ഇവിടെ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ ഉടൻ നിയമിക്കുമെന്നും മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യം അതിൽ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ജനസംഖ്യയിലും വിസ്തൃതിയിലും വലിയ ജില്ലയാണ് ജില്ല മലപ്പുറം. ഈ മലപ്പുറം ജില്ലയെ വിഭജിച്ച് തിരൂർ കേന്ദ്രമായി പുതിയൊരു ജില്ല രൂപീകരിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം. കേരളത്തിലെ ജനസംഖ്യയുടെ 14% ഏകദേശം 44 ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഒരു അതിർത്തിയിൽ നിന്ന് മറ്റൊരു അതിർത്തിയിലേക്ക് സഞ്ചരിക്കാൻ ഇപ്പോഴും മണിക്കൂറുകൾ വേണ്ടി വരുന്നുണ്ട്. ഭരണ സൗകര്യവും വിഭവങ്ങളുടെ തുല്യമായ വിതരണവും ലക്ഷ്യമിട്ട് ജില്ല വിഭജിക്കണമെന്ന് ആവശ്യമുയർന്നിട്ട് കാലങ്ങളായി. UDF നേതൃത്വം അടുത്തിടെ ഈ ആവശ്യത്തെ പിന്തുണച്ചിരുന്നു. എല്ലായിടത്തും വികസനമെത്താനും സർക്കാർ ഫണ്ടുകളും വിഭവങ്ങളും എല്ലാവർക്കും ലഭ്യമാക്കാനും മലപ്പുറം ജില്ലയെ വിഭജിക്കേണ്ടത് അനിവാര്യമാണെന്ന് മലപ്പുറത്തെ കളക്ടർമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറെ ആവശ്യങ്ങൾ ഉയർത്തിയിട്ടും കഴിഞ്ഞ സർക്കാർ ഈ ആവശ്യം അപ്രായോഗികമാണെന്ന നിലപാടിലായിരുന്നു. ഇതിനെല്ലാം പുറമെ ഷൊർണൂർ കേന്ദ്രീകരിച്ച് പാലക്കാടും തിരുവനന്തപുരത്തുമൊക്കെ ജില്ലാ വിഭജനങ്ങളെക്കുറിച്ച് ചർച്ചകളുണ്ട്. സർക്കാർ കൂടി അനുകൂലിക്കുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ ബജറ്റിൽ പരാമർശിച്ച ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ ഉണ്ടാകുമോ എന്നതാണ് അടുത്ത ചോദ്യം. കേരളത്തിലാണെങ്കിലും അല്ലെങ്കിലും ഇന്ത്യയിൽ ഒരു ജില്ല രൂപീകരിക്കുന്നത് വെറും ഒരു ഭരണപരമായ പ്രക്രിയ മാത്രമല്ല. അത് അധികാര വികേന്ദ്രീകരണം, നിയമപരമായ നടപടിക്രമങ്ങൾ, സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇവയെല്ലാം ചേർന്ന സങ്കീർണമായൊരു പ്രക്രിയയാണ്. കേരളത്തിൽ പുതിയ 2 ജില്ലകൾ കൂടി പിറക്കാൻ സംസ്ഥാന സർക്കാരിന് ഭരണപരമായ തടസ്സങ്ങളൊന്നുമില്ല. ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ നൽകാൻ, ഭരണ സൗകര്യം വർദ്ധിപ്പിക്കാൻ തീർച്ചയായും ജില്ലാ അതിർത്തികൾ കാലാനുസൃതമായി പുനഃസംഘടിപ്പിക്കുക തന്നെ വേണം.